ഒറ്റക്കെട്ടായി നിൽക്കൂ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാമെന്ന രാഹുൽ ഗാന്ധിയുടെ സന്ദേശം അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ആവേശം 10 മടങ്ങായി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇന്നലെ കൊച്ചിയിലെത്തിയ രാഹുൽ ഗാന്ധി വിജയോത്സവം 2026 മഹാപഞ്ചായത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ആവേശം പകർന്നത്. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനുള്ള കാഹളം മുഴക്കി മുന്നേറിയ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ കുതിപ്പ് നടത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മുഴുവനായും, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തോറ്റവരും ജയിച്ചവരുമായ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് കൊച്ചിയിൽ KPCC സംഘടിപ്പിച്ച സംഗമം പുതിയൊരു ഉണർവിൻ്റെ പാത വെട്ടാനുള്ള ഒരുക്കത്തിലാണ്. ഈ മഹാസംഗമത്തിൽ രാഹുൽ ഗാന്ധി കൂടി പങ്കെടുത്തതോടെ ആവേശം ഇരട്ടിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. വിജയോത്സവ് 2026 മഹാപഞ്ചായത്ത് എന്ന് പേരിട്ടിരിക്കുന്ന സംഗമത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ശ്രേണികളിൽ നിന്നും പാർട്ടി പ്രവർത്തകരും നേതാക്കളും അണികളും അടങ്ങിയ 15,000-ലധികം ആളുകൾ ഒഴുകിയെത്തി. 3 മണിയോടെ മറൈൻ ഡ്രൈവിൽ പരിപാടികൾ ആരംഭിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്ക് കൂടി ഉത്തരവാദിത്തം നൽകുക എന്നതും കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് പ്രഖ്യാപനം നടത്തിയത്. KPCCയുടെ സാഹിത്യ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ M. ലീലാവതി ടീച്ചർക്ക് തൃക്കാക്കരയിലെ വസതിയിലെത്തി സമ്മാനിച്ച രാഹുൽ ഗാന്ധി ടീച്ചറിൻ്റെ എഴുത്തിലെ ചിന്തയുടെ ആഴത്തെക്കുറിച്ച് പ്രശംസിച്ചു. ഈ പ്രായത്തിലും ടീച്ചർ ഉദാത്തമായ പ്രൗഢമായ മതേതരത്വ ചിന്തകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് എഴുത്ത് തുടരുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. M. ലീലാവതി ടീച്ചർ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറുപടി പ്രസംഗത്തിൽ ലീലാവതി ടീച്ചർ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഈ പുരസ്കാരം തന്നെ തേടി വന്നതിൽ അഭിമാനമുണ്ട് എന്നും ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥതയുണ്ട് എന്നും പറഞ്ഞു. 1981 ശ്രീമതി ഇന്ദിരാഗാന്ധിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും അവർ ഓർമ്മിച്ചു. ചടങ്ങ് ലീലാവതി ടീച്ചറുടെ വസതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ചായിരുന്നു. ടീച്ചർക്ക് സമർപ്പിച്ച 2 ലക്ഷം രൂപ രാഹുൽ ഗാന്ധി ഫൗണ്ടേഷന് സംഭാവന നൽകുകയും ചെയ്തു ടീച്ചർ. തുടർന്ന് ടീച്ചർ പറഞ്ഞു, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതീക്ഷയാണ്. ഇന്ത്യ രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും സുരക്ഷിതമാണെന്നും എടുത്തു പറഞ്ഞു. 2:45 രാഹുൽ ഗാന്ധി ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്ക് പുറപ്പെടുകയായിരുന്നു. രാജ്യത്താകമാനം കോൺഗ്രസിൻ്റെ വളർച്ച ത്വരിതപ്പെടുന്നതിൻ്റെ തെളിവാണ് ഇത്തരം പരിപാടികളിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ വിജയം രാജ്യത്ത് കാണിച്ചു തരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുതിപ്പ് തന്നെയാണ്. രാജസ്ഥാനിലും തെലങ്കാനയ്ക്കും പിന്നാലെ മധ്യപ്രദേശ് സംസ്ഥാനത്ത് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും BJP തട്ടകങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കോൺഗ്രസ് മിന്നുന്ന വിജയവുമായി മുന്നേറുന്ന കാഴ്ച, ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. 2026 ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ആസം, തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും കോൺഗ്രസിൻ്റെ വിജയം ഊട്ടിയുറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ദേശീയ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വങ്ങൾ. ഇതിൻ്റെ യുദ്ധകാഹളമാണ് ഇന്നലെ കൊച്ചി മറൈൻ ഡ്രൈവിൽ മഹാപഞ്ചായത്ത് വിജയോത്സവം 2026 രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രത്തിൽ BJPയുടെ അഴിമതികൾക്കെതിരെയും മോദിയുടെ വോട്ടുകൊള്ളക്കെതിരെയും രാപ്പകലില്ലാതെ രാഹുൽ ഗാന്ധി പോരാട്ടം തുടരുമ്പോൾ, ഇവിടെ കേരളത്തിൽ LDF സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും ശബരിമല സ്വർണ്ണക്കൊള്ള മുതലുള്ള അഴിമതികളും ധൂർത്തും പക്ഷപാതപരമായ CPM നിലപാടുകളും ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടുകളും CPM നേതാക്കളുടെ വർഗീയ പരാമർശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന ആഹ്വാനമാണ് മഹാപഞ്ചായത്ത് 2026 ഉയർന്നു കേട്ടത്. ടീം UDF 100 സീറ്റിന് മുകളിൽ എന്ന ലക്ഷ്യത്തിൽ ത്വരിതപ്പെടുത്തുന്ന തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ LDF പാളയത്തിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ അപവാദ പ്രചരണങ്ങൾ പടച്ചുണ്ടാക്കി കോൺഗ്രസിനകത്ത് ശിഥിലീകരണം നടത്താൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പദം വിഷയം കോൺഗ്രസിൽ കൊളുത്തിവിട്ടാൽ അത് കത്തിപ്പടരുമെന്ന് വെറുതെ വ്യാമോഹിച്ച CPMകാർക്ക് പക്ഷേ കനത്ത മറുപടി തന്നെ കോൺഗ്രസ് നൽകി. അതിൽ വിരളി പൂണ്ട CPMകാർ അപവാദങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടിയപ്പോൾ VD സതീശൻ അജഞ്ചലനായി പറഞ്ഞു, പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്ന്. അതായത് CPMകാരൻ്റെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്ന തന്ത്രം കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ അടുത്ത് വിലപ്പോകില്ല എന്ന് കോൺഗ്രസ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ ശക്തമായി വ്യക്തമായി പറയുകയായിരുന്നു. ഇന്നലെ കൊച്ചിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയതോടെ
ഒരു സൈഡിൽ നിന്നും CPM-കാർ അഴിച്ചുവിടുന്ന വിഴുപ്പുകൾ ചുമക്കാതെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് തിരിച്ചടിക്കുന്ന സാഹചര്യത്തിന് ആക്കം കൂട്ടുകയും ആവേശത്തോടെ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി. അവിടെ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF നേടിയ വിജയം അഭിനന്ദനീയം തന്നെയാണ്. ഭരണഘടനയുടെ കരുത്തുറ്റ അടിത്തറ ഒരു വോട്ട് ഒരു പൗരന് എന്നുള്ളതാണ്. അത് സംരക്ഷിക്കപ്പെടണം. RSS BJP രാജ്യത്ത് നടപ്പാക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയവും ഭരണഘടനാ വിരുദ്ധവും കോൺഗ്രസ് ശക്തിയുക്തം എതിർക്കും. മലയാളത്തിൻ്റെ വൈവിധ്യങ്ങളുടെ ശബ്ദത്തെ സംരക്ഷിക്കാൻ പോരാടിയ 98 വയസ്സുള്ള ലീലാവതി ടീച്ചറെ നമ്മൾ മാതൃകയാക്കണം. അവർ ഇന്ത്യയെ കാണുന്നതിനെ നമ്മൾ പഠിക്കണം എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. BJP RSSും ഇന്ത്യയെ പകുത്ത് ഇന്ത്യയുടെ സ്വത്ത് പങ്കിടാൻ അവർ ശ്രമം നടത്തുന്നു. അതിനായി അവർ കഠിന പ്രയത്നത്തിലാണ്. ഇന്ത്യയുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ലോക്കൽ ബോഡി ഇലക്ഷനിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഇന്ത്യയുടെ പ്രതീക്ഷ പ്രാവർത്തികമാക്കും കോൺഗ്രസ്. ഐക്യജനാധിപത്യത്തിൻ്റെ വിജയം കേരളത്തിൽ കോൺഗ്രസ് തുടക്കമിടും. കോൺഗ്രസ് അധികാരത്തിൽ വരും. തൊഴിലില്ലായ്മയുടെ രൂക്ഷത അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അത് നമ്മൾ പ്രാവർത്തികമാക്കും. സാംസ്കാരിക നിശബ്ദത വ്യാപകമായിരിക്കുകയാണ് ഇന്ത്യയിലും കേരളത്തിലും അടക്കം. ജനതയുടെ ശബ്ദം കേൾപ്പിക്കാതിരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. വോട്ട് ഓരോരുത്തരുടെയും അഭിമാനമാണ്. അത് സംരക്ഷിക്കപ്പെടണം. ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒരു സർക്കാർ ആയിരിക്കും കോൺഗ്രസ് സർക്കാർ. അധികാര വികേന്ദ്രീകരണമാണ് UDF ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം അവിടെ എടുത്തു പറയുകയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ചരിത്ര നേട്ടമാക്കിയ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയം. എല്ലാ വിജയികൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്കും നന്ദിയും അഭിനന്ദനവും രാഹുൽ ഗാന്ധി ഈ അവസരത്തിൽ അറിയിച്ചു. കേരളത്തിൽ LDFൻ്റെ ഭരണപരാജയം അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വിജയ വഴികൾക്ക് അത് വളമാകുന്ന അവസ്ഥയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. വർഗീയ തീപ്പൊരിയിൽ തീപ്പന്തമിറഞ്ഞ് ആളിക്കത്തിക്കാൻ സജി ചെറിയാനും CPM-ഉം ശ്രമിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് വിശേഷിപ്പിച്ച സജി ചെറിയാന് എന്ത് രാഷ്ട്രബോധമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവിടെ ചോദിച്ചത്. ഭരണഘടനയെ ബഹുമാനിക്കാത്ത ഈ മന്ത്രിപദത്തിലിരിക്കാനുള്ള യോഗ്യത ഇല്ല, അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്ന് കോൺഗ്രസ് അവിടെ ആവശ്യപ്പെട്ടു. ചരിത്രം തങ്കലിപികളിൽ കൂറിയിടുന്ന ഒരു മഹാസംഗമമായിരുന്നു KPCCയുടെ വിജയോത്സവം 2026 മഹാപഞ്ചായത്ത് കൊച്ചിയിൽ. ദേശീയ സംസ്ഥാന നേതാക്കളുടെ ഒരു സംഗമവേദി കൂടിയായിരുന്നു ഇത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ യുദ്ധകാഹളം തന്നെയാണ് അവിടെ നേതാക്കളെല്ലാം മുഴക്കിയത്. ടീം UDFൻ്റെ ഒറ്റക്കെട്ടായ ഒരു കാഹളം അവിടെ മുഴങ്ങി പ്രതിധ്വനിച്ചു. ത്രിതല പഞ്ചായത്തിൽ നേടിയ വിജയം അതിൻ്റെ എല്ലാ ആവേശത്തോടും കൂടി 10 മടങ്ങായി വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് KPCCയുടെ വിജയോത്സവം 2026 മഹാപഞ്ചായത്ത് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ ഉദ്ബോധനവും അത് ഓരോ കോൺഗ്രസ്സുകാരൻ്റെ ആവേശവുമായി മാറുകയായിരുന്നു. പിണറായി സർക്കാരിനെതിരെയും മോദി സർക്കാരിനെതിരെയും സന്ധിയില്ലാ സമരപ്രഖ്യാപനമായി സമ്മേളനം അവിടെ മാറി. ടീം UDF വിഭാവനം ചെയ്യുന്ന ഭാവി പദ്ധതികൾക്ക് ഊർജവും കരുത്തുമേകി ഒറ്റക്കെട്ടായി കോൺഗ്രസ് നയിക്കുന്ന UDFൻ്റെ മുന്നേറ്റം സാധ്യമാക്കുക എന്ന ലക്ഷ്യം ഒരേ ശബ്ദത്തിൽ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളികളെ കോൺഗ്രസിൻ്റെ സംരക്ഷണ കവചം കൊണ്ട് സംരക്ഷിച്ചു നിർത്തുക എന്ന ലക്ഷ്യം രാഹുൽ ഗാന്ധി ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. ടീം UDFൻ്റെ കരുത്തായി കോൺഗ്രസ് എന്നും പടച്ചട്ടയും പടവാളുമായി മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയും നേതാക്കളും പകർന്നു നൽകിയ ആവേശ തിരയിളക്കത്തിൽ ഒരു പുതിയ കുതിപ്പിൻ്റെ പാത വെട്ടി തുറക്കുകയായിരുന്നു ടീം UDF. അത് കേരളത്തിൽ നിന്നും ഇന്ത്യയൊട്ടാകെ പടരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് അധികാരത്തിൽ വരികയും രാഷ്ട്രീയ അരാജകത്വത്തിലകപ്പെട്ട ഈ നാട് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അതിനായി ഓരോ ഇന്ത്യൻ പൗരനും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് ആയിരങ്ങളെ സാക്ഷി നിർത്തി രാഹുൽ പ്രഖ്യാപിച്ചത്. ടീം UDFൻ്റെ ശബ്ദമാണ് കേരളക്കരയാകെ പ്രതിധ്വനിച്ചത്. അതിൻ്റെ അലയൊലികൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ടീം UDF വരും കേരളത്തിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.